ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഗംഗക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വന്ന നിവിനും വിനീതും സാരിയും മറ്റൊക്കെ സെലക്ട് ചെയ്തു. അതിനുശേഷം കാവേരി ഇന്നലെ പുറത്തേക്ക് പോകാൻ നോക്കുന്ന സമയത്തിന് വിനീത് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്കൊന്നും ഡ്രസ്സ് എടുക്കുന്നില്ലേ എന്ന്. അന്നേരം കാവേരി പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും വേണ്ട വിനീതേട്ടാ. ഏയ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഡ്രസ്സ് എടുത്തിട്ട് നിങ്ങൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിനീത് നിർബന്ധിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കും. യമുനക്കും കാവേരിക്കും, അതുമാത്രമല്ല പിന്നെ അമ്മക്കും ചേച്ചിക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം, അവർക്കൊക്കെയുള്ള ഡ്രസ്സ് എടുത്ത് പോകാനേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ വീണ്ടും അവർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കാണ്. വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു കാവേരിക്ക്. പക്ഷേ വിനീത് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ എടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ കാവേരി പോയിട്ട് എല്ലാവർക്കും വേണ്ടാവുന്ന ഡ്രസ്സെല്ലാം തന്നെ സെലക്ട് ചെയ്തു. ഒടുവിൽ പൈസ കൊടുക്കാനായിട്ട് കാവേരിക്ക് ഭയങ്കര ടെൻഷനാണ്. കുറേ അധികം കാശാവുമോ, ഡ്രസ്സൊക്കെ കുറേ അധികം എടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. ആ സമയത്തിന് വിനീതിൻ്റെ മുഖത്ത് ടെൻഷൻ കണ്ടപ്പോൾ നിവിൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് പറ്റിയത്, നിൻ്റെ കയ്യിലെന്താ പൈസ ഇല്ലേന്ന്, എന്താ ഡ്രസ്സ് എടുക്കാത്തത് നീ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഒന്നുമില്ലടാ, ഞാൻ വേറെ കടയിൽ നിന്ന് എടുത്തോളാമെന്ന് വിനീത് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇത് കേട്ട കാവേരി ഇടപെട്ട് പറഞ്ഞു, വിനീതേട്ടാ, വിനീതേൻ്റെ ഡ്രസ്സ് എടുക്കാനുള്ള പൈസയൊക്കെ അമ്മ എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. വിനീതേട്ടൻ ഇപ്പം തന്നെ ഡ്രസ്സ് എടുത്തോളാൻ പറയും. വേണ്ടെന്നേ, ഇവിടുത്തെ ഡ്രസ്സൊന്നും പോരാ, ഞാൻ വേറെ കടയിൽ നിന്നും എടുത്തോളാമെന്ന് അവൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. അന്നേരം കടയുടെ ഓണർ വന്ന് പറയുന്നുണ്ട്, അതെ ഇവിടെ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട്, സെക്കൻഡ് ഫ്ലോറിൽ പോയി നോക്കിയാൽ മതി എന്നൊക്കെ പറയും. അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് വിനീത് ഞാൻ പിന്നെ എടുത്തോളാമെന്നൊക്കെ പറഞ്ഞു. കാവേരിയോടും പറയുന്നുണ്ട്, ഞാൻ നിവിനെയും കൂട്ടിക്കൊണ്ട് പിന്നീട് പോയി എടുത്തോളാം, ഇപ്പം തന്നെ കുറേ അധികം സമയം വൈകിയില്ലേ, അതുകൊണ്ട് തനിച്ച് പോയി എടുക്കാമെന്നൊക്കെ പറയും. കാവേരിക്ക് കാര്യം മനസ്സിലായി, വിനീതേട്ടൻ്റെ കയ്യിൽ പൈസ തികയുമോ എന്നുള്ള ടെൻഷൻ കാരണമായിരിക്കും ഇത് എന്ന്. ഒടുവിൽ ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വിനീത് ബില്ലിലേക്ക് നോക്കുകയാണ്. കാവേരിക്ക് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഒടുവിൽ വിനീത് കുറേയധികം നോട്ടുകെട്ടുകളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുകയാണ്. 10 രൂപയുടെ കെട്ട്, 20 രൂപയുടെ കെട്ട്, അങ്ങനെ ചെറിയ ചെറിയ പൈസയുടെ ചില്ലറ തുട്ടുകളൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ അതെല്ലാം കൂടെ എണ്ണി നോക്കിയിട്ട് ഓണർ അവസാനം പറഞ്ഞു, ഇതിലൊരു 850 രൂപയുടെ കുറവും കൂടി ഉണ്ട് എന്ന്. അയ്യോ ഇപ്പം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വിനീത് പെട്ടെന്ന് തന്നെ വേറൊരു കെട്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് എണ്ണി എണ്ണി കൊടുക്കുകയാണ്. പിന്നീട് കാവേരിയോടായിട്ട് അവൻ പറഞ്ഞു, അതെ ഞാനും ഗംഗയുമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടിയിട്ട് ഗംഗക്ക് കല്യാണ സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പണ്ട് മുതലേ ഞാൻ ഒരുക്കു കൂട്ടി വെച്ചിരുന്ന പൈസയാണിതൊക്കെ. പിന്നെ താലി വാങ്ങിക്കാനായിട്ട് വേറെയും പൈസ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കാവേരിക്ക് ഭയങ്കര സങ്കടമാവാണ്. കാരണം എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് വിനീതേട്ടൻ തൻ്റെ ഗംഗേച്ചിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം കാത്തിരുന്നത്. ഒരു പക്ഷേ ഈ കല്യാണം നടന്നില്ലായിരുന്നുവെങ്കിൽ, ഗംഗേച്ചി വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ വിനീതേട്ടൻ്റെ മാനസികാവസ്ഥ എന്തായി തീരും. കല്യാണ സാരിയും താലിയും ഒക്കെ മേടിക്കാനുള്ള പൈസയൊക്കെ നേരത്തെ തന്നെ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന ഒരാളാണ് അവൻ. അങ്ങനെ ഒടുവിൽ അവർ അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരികെ വരികയാണ്. വീട്ടിലേക്ക് കൊണ്ടുവന്ന കാവേരി നിലയും എല്ലാവരും ചേർന്നിട്ട് അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ശാരദ ചോദിക്കുന്നുണ്ട്, എടാ മോനെ, ഇത്രയും വില കൂടിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കണമായിരുന്നോ എന്ന്, ഇത്ര വില കൂടിയ സാരിയൊന്നും വേണ്ടായിരുന്നോ എന്നൊക്കെ പറയും. ഏയ് അതൊക്കെ ഇരിക്കട്ടെ, കല്യാണം ഒന്നല്ലേ ഉള്ളൂ, പിന്നെന്താ അതൊക്കെ ഗംഭീരമായിട്ട് നടത്തേണ്ടതെന്ന് അവൻ പറയും. നല്ല സാരിയൊക്കെ മേടിച്ചു കൊടുക്കേണ്ടേ ഞാൻ ഗംഗക്ക്. അല്ല ഇതെന്താ ഇപ്പം 2 സാരിയെന്ന് ശാരദ ചോദിച്ചപ്പോൾ അവൾക്ക് 2 സാരി എടുത്തോട്ടെ അമ്മായി, അതൊന്നും ഒരു പ്രശ്നമില്ല എന്നവൻ പറഞ്ഞു. അന്നേരം ഗംഗ അങ്ങോട്ടേക്ക് വന്നു. ഗംഗയോട് വിനീത് ചോദിച്ചു, അല്ല ഈ സാരിയൊക്കെ ഇഷ്ടമായോ എന്ന്. ഗംഗ ഇങ്ങനെ നോക്കുക മാത്രമേ ചെയ്തുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. കാവേരി പറഞ്ഞു, കണ്ടോ ഗംഗേച്ചിക്ക് വിനീതേട്ടൻ സെലക്ട് ചെയ്തതാണിത്. നീല പറഞ്ഞു, എനിക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന്. പിന്നീട് ഇത്തിരി സമയം അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം നീല പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ടമ്മേ, എന്തെങ്കിലും ആഹാരം തരാൻ പറയും. അതെ എനിക്കും വിശക്കുന്നുണ്ട് എന്ന് കാവേരിയും പറഞ്ഞു. അങ്ങനെ ഗംഗയോട് ശാരദ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, ഡ്രസ്സെല്ലാം അകത്ത് കൊണ്ടുപോയി വെക്കാൻ പറയും. വിനീത് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോളാം അമ്മായി എന്നൊക്കെ പറയും. അല്ല മോനെ, കഴിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഏയ് വേണ്ട, ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല, ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ അവിടെ നിന്നും പോവാണ്. ഗംഗ സാരിയൊക്കെ നോക്കി ഒരു നിമിഷം അങ്ങനെ നിന്നു. ഗംഗയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകി വരുന്നുണ്ട്. പിന്നീട് വിനീത് വീട്ടിലേക്ക് ചെല്ലാണ്. വീട്ടിലേക്ക് ചെന്നപ്പോൾ സുജാത ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എത്ര സമയം നിന്നെ നോക്കിയിരിക്കടാണ് ഞാൻ, നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു എന്ന് ചോദിക്കും. നിനക്ക് ആഹാരമൊന്നും വേണ്ടേ, എനിക്ക് വിശക്കുന്നില്ല അമ്മേ എന്ന് പറയണവന്. ഓ നീ ഇപ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ കഴിച്ച് കാണുമല്ലേ എന്നൊക്കെ ചോദിച്ചു കൊടുത്തതിനെ കുറേ അധികം ചീത്ത പറഞ്ഞു. ഒടുവിൽ വിനീത് ഭക്ഷണം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കഴിക്കാൻ എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വിനീത് അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ്. ആ സമയത്താണ് സുജാത ഡ്രസ്സിൻ്റെ കവർ കണ്ടത്. ആഹാ ഇതെന്താടാ, തയ്ക്കാൻ കൊണ്ടുപോയിട്ട് ആരെങ്കിലും തന്നതാണോ, നല്ല സാരിയാണല്ലോ, ബ്ലൗസ് വെട്ടാനുള്ള സാരിയും കൊണ്ട് തന്നെ തന്നതായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ നോക്കുമായിരിക്കും. എനിക്കിഷ്ടപ്പെട്ടെന്നൊക്കെ പറയാണ്. അന്നേരം വിനീത് പറയുന്നുണ്ട്, ഇത് അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ. എനിക്ക് വേണ്ടിയിട്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, ദേ ഗീതേച്ചിക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയാണ് അവൻ.
ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഗീത അങ്ങോട്ടേക്ക് വരുന്നത്. ഗീത വന്ന് ചോദിച്ചു, ഇതൊക്കെ എന്തിനാടാ നീ എടുത്തത്? എന്താ നിന്റെ കല്യാണം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ വിനീത് ഒരു നിമിഷമൊന്നും മിണ്ടിയില്ല. അന്നേരം സുജാത പറഞ്ഞു, സത്യം പറടാ, നീ എന്തിനാടാ ഇതൊക്കെ ഇത്രയും വില കൂടി സാരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്? അമ്മേ, അത് പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടാന്ന് അവൻ പതുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഓ, അപ്പോൾ നീ അവൾക്കും വാങ്ങിക്കൊടുത്തു കാണുമല്ലോ, ഗംഗയ്ക്ക് എന്ന് പറയുന്ന ആ ഒരു ഉരുമ്പട്ടവൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഗീതക്ക് ഭയങ്കര ദേഷ്യപ്പെട്ടു. എൻ്റെ അമ്മേ, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അവൻ അവൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു, എന്നിട്ട് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക അവൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്. നാണമുണ്ടോടാ നിനക്ക്? നടക്കാത്ത കല്യാണത്തിന് വേണ്ടിയിട്ട് അവൻ ഡ്രസ്സ് വാങ്ങിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാരിയെല്ലാം വിനീതിൻ്റെ മുന്നിലേക്ക് അങ്ങ് ഒറ്റ എറിയലായിരിക്കും ഗീത. വിനീതിന് ആ ഒരു സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. സുജാത ദേഷ്യപ്പെട്ടു. എടാ, നാണമുണ്ടെങ്കിൽ നീ അവളുടെ കഴുത്തിൽ താലി ചാർത്തില്ല. എന്താണെങ്കിലും ഈ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിനീതിനെ അങ്ങ് വെല്ലുവിളിക്കാണ്. വിനീത് പിന്നെ ഒന്നും മിണ്ടാതെ കഴിച്ചുകൊണ്ടിരുന്ന അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണ്. സുജാത പറയുന്നുണ്ട്, കണ്ടില്ലേ അവന് വല്ല കൂസലുണ്ടോന്നൊക്കെ. ഗീത പറഞ്ഞു, അവൻ കൈവിഷം കൊടുത്ത് മയക്കി എടുത്തിരിക്കുകയാണ് അമ്മേ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അവനൊന്നും അനുസരിക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ സുജാതക്ക് കട്ട കലിപ്പായിരുന്നു ശാരദയോടും കുടുംബത്തോടും. ഇതേ സമയത്തിന് ജയബാലൻ രാജേശ്വരിയെ വിളിക്കുന്നുണ്ട്. രാജേശ്വരി വിളിച്ചിട്ട് നിവിൻ എവിടെ, എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം രാജേശ്വരി പറഞ്ഞു, അവനൊന്നും എവിടെയില്ല, അവൻ മറ്റവൻ്റെ കൂടെ ആയിരിക്കും, ആ വിനീതിൻ്റെ കൂടെ ആയിരിക്കും എന്ന് പറയും. വിനീതിൻ്റെ കൂടെ ചുറ്റി കറങ്ങാൻ പോയിരിക്കുകയാണ്, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം കുറ്റവും കുറവൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് രാജേശ്വരിക്ക്. രാജേശ്വരി പറയുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം ജയബാലേട്ടാ, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയും. അങ്ങനെ രാജേശ്വരി ഇങ്ങനെ നിവിനെ കാത്തിരിക്കുകയാണ്, നിവിൻ വരാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിവിൻ അങ്ങോട്ടേക്ക് വന്നു. ഡ്രൈവർ ആസിഫ് പറയുന്നുണ്ട്, ചെല്ല്, അമ്മ ഇന്ന് നല്ല ദേഷ്യത്തിലോ? അതെ, എൻ്റെ അമ്മയെ മയക്കിയെടുക്കാനുള്ള വിദ്യകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ചിന്തയോടുകൂടിയാണ് നിവിൻ രാജേശ്വരിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അന്നേരം രാജേശ്വരി ചോദിച്ചു, നീ ഇത്ര നേരം എവിടെയായിരുന്നുടാ എന്ന്. അമ്മേ, അത് പിന്നെ ഞാൻ എൻ്റെ സ്ഥലം വരെ പോയി എന്ന് പറയണവൻ. അതെനിക്ക് മനസ്സിലായി, സത്യം പറയടാ, നീ ആ വിനീതിൻ്റെ കൂടെയായിരുന്നോ എന്ന് ചോദിക്കും. അതെ അമ്മേ, ഞാനും വിനീതും കൂടെ ഇന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോഴേക്കും, എടാ നിനക്ക് നോണമുണ്ടോടാ, എപ്പോൾ നോക്കിയാലും നീ ആ വിനീതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രാജേശ്വരി ദേഷ്യപ്പെട്ടു. അമ്മേ, അതിനെന്താ കുഴപ്പം, അവൻ എൻ്റെ ഫ്രണ്ടല്ലേ എന്ന് ചോദിക്കാൻ നിവിൻ. നിൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ജോലിയും കൂലിയും ഒന്നുമില്ലല്ലോ, ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയല്ലോ എന്നല്ലേ. അത്രയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്താണ്. അതൊന്നും അവൻ മൈൻഡ് ചെയ്യാനേ പോയില്ല. അന്നേരം രാജേശ്വരി ചോദിച്ചു, എടാ നീ അവൻ്റെ കൂടെ എവിടെ പോയതായിരുന്നു എന്ന്. അത് ഞാൻ വെറുതെ എന്നൊക്കെ ഇങ്ങനെ, അവൻ വെറുതെ ഒന്നുമല്ല, അത് ഞാൻ വെറുതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിനീത് നിൽക്കുന്ന സമയത്തിന് വെറുതെ ഒന്നുമല്ല അമ്മ ഇതൊന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു സാരിയുടെ കവറങ്ങ് എടുത്തു കൊടുക്കുകയാണ് അവന്. ഇതെന്താടാ എന്ന് ചോദിച്ചപ്പോൾ, അമ്മ തുറന്നു നോക്ക്, എങ്ങനെയുണ്ട് സാരി, അമ്മക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാൻ നിവിൻ. അത് കേട്ടപ്പോൾ രാജേശ്വരി പറഞ്ഞു, കുഴപ്പമില്ല, നല്ല സാരിയാണ് ഇത്, അമ്മക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് പറയും. അമ്മക്ക് വേണ്ടിയിട്ടുള്ള സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാനെന്ന് പറയണേ. അതൊക്കെ നീ കള്ളം പറയായിരിക്കും, നീയും വിനീതും കൂടി മറ്റെങ്ങോട്ടേക്കോ പോയതാണ്, ആ പോയ സമയത്തിന് നീ ഇതും കൂടി വാങ്ങിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. എന്താണെങ്കിലും അമ്മയെ ഞാൻ മറന്നു പോയിട്ടൊന്നുമില്ലല്ലോ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ സാരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ സോപ്പിടാൻ നോക്കി. വേണ്ട, ഒരു സാരി തന്നിട്ട് നീ എന്നെ മയക്കാമെന്നൊന്നും നീ വിചാരിക്കണ്ട. ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം, ആ അരവിന്ദിൻ്റെ വീട്ടിലേക്കുള്ള നിൻ്റെ പോക്കുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക്. 3-4 പെൺപിള്ളേരുടെ വീട് അവിടെ, നീ എപ്പോഴും അവിടെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. എൻ്റെ അമ്മ എന്ത് വർത്താനായി പറയുന്നത്, അതിന് ഞാൻ അവിടെ കയറി ഇറങ്ങിയിട്ടൊന്നുമില്ല എന്ന് നിവിൻ പറഞ്ഞു. എനിക്കറിയാം നീ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, വെറുതെ മനുഷ്യനെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കരുത് കേട്ടല്ലോ. അമ്മ ദേഷ്യപ്പെട്ടു. ആ സമയത്തിന് നിവിൻ പറഞ്ഞു, അമ്മേ എനിക്ക് നല്ല വിശക്കുണ്ട്, അമ്മ ആഹാരം എന്തെങ്കിലും എടുത്തു തരാമോ എന്ന് ചോദിച്ചു. അമ്മയും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അതേടാ, നീ വരാത്തത് കൊണ്ട് ഞാനും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ, എൻ്റെ സുന്ദരി അമ്മയല്ലേ, എനിക്ക് കുറച്ച് ആഹാരം എടുത്തു വെക്കുക എന്നൊക്കെ പറഞ്ഞ് നിവിൻ മെല്ലെ സോപ്പിട്ടു. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് അങ്ങ് കയറി പോവാണ് നിവിൻ. ആ സമയത്തിന് രാജേശ്വരി നേരെ ജയപാലിനെ വിളിച്ചുകൊണ്ടിട്ട് നിവിൻ വീട്ടിലെത്തിയിട്ടോ എന്ന് പറയും. അവൻ എങ്ങോട്ടേക്ക് പോയതാണെന്ന് ചോദിക്കായിരുന്നില്ലേ, അവൻ വിനീതിൻ്റെ കൂടെ എങ്ങോട്ടേക്കോ കറങ്ങാൻ പോയതാണത്രേ. പിന്നൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, എത്രയും പെട്ടെന്ന് തന്നെ നിവിൻ്റെ കല്യാണം നടത്തണമെന്ന്. ഇനിയിപ്പോൾ അതിങ്ങനെ വെച്ച് താമസിക്കാനൊന്നും പറ്റില്ല. അത് കേട്ടപ്പോൾ ജയപാലൻ പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു, നീ ധൈര്യമായിട്ടിരിക്കും രാജി, ഇനിയിപ്പോൾ അധിക നാളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. രാജേശ്വരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ജയപാലൻ്റെ മോളെ കൊണ്ട് നിവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണ് അവരുടെ തീരുമാനം. ജയപാലൻ്റെ മോളും നിവിനുമായിട്ടുള്ള ആ ഒരു കല്യാണം പണ്ടേ തന്നെ ഉറപ്പിച്ചതാണല്ലോ. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ നിവിൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്തിന് ഗംഗക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. വല്ലാത്ത ബുദ്ധിമുട്ടിൽ ഗംഗ ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് ശാരദ അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു, നീ എന്താണ് ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന്. അല്ലമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മ ആരോട് ചോദിച്ചിട്ടാ വിനീതേട്ടന് വാക്ക് കൊടുത്തതെന്ന് ഗംഗ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ശാരദ ചോദിക്കുന്നുണ്ട്, എടി നീ എന്ത് വർത്താനായി പറയുന്നത്?
അല്ല, എൻ്റെ കഴുത്തിൽ വിനീതേട്ടൻ താലി കെട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? എൻ്റെ സമ്മതം ചോദിക്കും. അത് ഞാൻ നിന്റെ സമ്മതം എന്ന് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അമ്മേ. അമ്മ ജയപാലേട്ടനോടുള്ള ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ എൻ്റെ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചത്? അല്ലെങ്കിൽ അമ്മ ഒരു കാരണവശാലും ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ എന്ന് ഗംഗ പൊട്ടിത്തെറിച്ചു. അത് പിന്നെ മോളെ എന്നൊക്കെ പറഞ്ഞ് ശാരദ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കൂടുതലൊന്നും പറയേണ്ട അമ്മേ, എനിക്കെല്ലാം മനസ്സിലായി. കാരണം ഇതിനു മുൻപ് അമ്മക്ക് വേണമെങ്കിൽ വിനീതേട്ടനും ഞാനും തമ്മിലുള്ള ആ ഒരു വിവാഹം നടത്താമായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും അമ്മ അത് ചെയ്തില്ല. പകരം സിനുവുമായിട്ടുള്ള വിവാഹം നടത്താനല്ലേ ശ്രമിച്ചുള്ളൂ. ഇപ്പോൾ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വിനീതേട്ടനെ അമ്മ അങ്ങ് കൂട്ടിപ്പിടിച്ചു. അമ്മ ചെയ്യുന്നത് ശരിയാണെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ? ഗംഗ ചോദിക്കാണ്. ശാരദക്ക് ഗംഗയുടെ വാക്കൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോഴാണ് കാവേരി അങ്ങോട്ടേക്ക് വരുന്നത്. കാവേരി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഗംഗേച്ചി, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? വിനീതയുടെ പാവമായത് കൊണ്ട് തന്നെ ഈ സമയത്ത് കല്യാണം നടത്താമെന്നൊക്കെ പറഞ്ഞു. വിനീതേട്ടൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മയ്ക്കിതൊക്കെ നേരത്തെ തന്നെ ചെയ്യാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ഗംഗ ചോദിച്ചപ്പോൾ കാവേരി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? ഗംഗേച്ചിക്ക് വിനീതേട്ടനെ ഇഷ്ടമായിരുന്നില്ലല്ലോ, എതിർപ്പായിരുന്നില്ലേ വിനീതേട്ടനോട്? പിന്നെ അത് വെച്ചല്ലേ അമ്മയും അച്ഛനും കൂടി ഈ വിവാഹം നടത്താൻ താല്പര്യപ്പെടാതിരുന്നത് എന്നൊക്കെ ചോദിച്ചു. ഗംഗക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. ആ സമയത്തിന് ശാരദ പറഞ്ഞു, എന്നോട് ക്ഷമിക്കുമോളെ, വിനീത് ഒരു പാവമാണ്. അവൻ്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കാതെ പോയി. അതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിത്. ഇനി നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ തന്നെ നീ പറഞ്ഞോളാൻ പറയും. ഗംഗ ആ നേരം മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് ശാരദ അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ യമുനയും കാവേരിയൊക്കെ ഗംഗയോട് പറഞ്ഞു, ചേച്ചിയെ വിനീതേട്ടൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയാമോ? വിനീതേട്ടൻ്റെ മനസ്സ് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയതാണ്. വിനീതേട്ടൻ ഒരു പാവാണ്. ഇനി ആ മനസ്സ് കാണാതെ പോകരുത് എന്നൊക്കെ പറയും. ഗംഗക്ക് വിനീതിനോട് താല്പര്യക്കുറവൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ശാരദ ജയപാലിനെ വെല്ലുവിളിച്ചു പോയല്ലോ എന്നൊക്കെ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു പക്ഷേ സിനൂബ് അയാൾ നേരത്തെ തന്നെ ഒന്ന് കല്യാണം കഴിച്ചതാ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കല്യാണം തന്നെ നടന്നേരെ. അപ്പോൾ ആ വിവാഹം മുടങ്ങിയതുകൊണ്ട് മാത്രമാണ് ശാരദ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. പിന്നീട് ശാരദ ആകെപ്പാടങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്തിന് ഗംഗ ചോദിച്ചു, ശരിയാ, അപ്പോൾ പെട്ടെന്നൊന്നും ചിന്തിച്ചില്ല, തൻ്റെ മോളുടെ വിവാഹം നടക്കണം, അതുകൊണ്ട് ജയപാലേട്ടനെ വെല്ലുവിളിച്ചതാണെന്ന് ശാരദ ഓർത്തെടുത്തു. പിന്നീട് ശാരദക്ക് തോന്നി ജയപാലിനെ ഒന്ന് വിളിക്കണമെന്ന്. അങ്ങനെ ഒടുവിൽ ജയപാലിനെ വിളിക്കാണ് ശാരദ. ജയപാലിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ, എൻ്റെ മോളുടെ വിവാഹമാണ്. ആരെൻ്റെ മോളുടെ കഴുത്തിൽ താലി ചാർത്തുമെന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിച്ചിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലോ, എൻ്റെ മരുമകൻ അതായത് വിനീത് തന്നെ താലി ചാർത്തുമെന്ന്. ജയപാലേട്ടൻ കല്യാണത്തിന് വരണമെന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജയപാലിന് ശരിക്കും അങ്ങ് ദേഷ്യമാണ് വന്നത്. ജയപാലൻ പറയുന്നുണ്ട്, നീ എന്താ ആളെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കും. കളിയാക്കൊന്നുമല്ല ജയപാലേട്ട, ശാരദയുടെ മകളുടെ കഴുത്തിൽ ആര് താലി ചേർത്തുമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലോ, അതങ്ങോട്ട് മാറിക്കിട്ടിയില്ലേ. നാളെ വന്ന് അവരുടെ വിവാഹം കൂടണമെന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ ജയപാലൻ ഒന്നും മിണ്ടാതെ ആ ഒരു കോളങ്ങ് കട്ട് ചെയ്തു. ശാരദയ്ക്ക് ഏതായാലും കാര്യം മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം ഗംഗയുടെ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ആ സമയത്തിന് ഇതൊട്ടും തന്നെ സഹിക്കുന്നില്ല കേട്ടോ സുജാതക്ക്. സുജാത രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. എന്നിട്ട് ഭയങ്കര ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുകയാണ്. എൻ്റെ മോനുമായിട്ടുള്ള നിൻ്റെ മോളുടെ വിവാഹം നടക്കുമെന്ന് കരുതിയിട്ടായില്ലേ നീ ഇങ്ങനെ നിൽക്കുന്നത്? അതൊന്നും ഒരിക്കലും നടക്കാൻ പോവില്ല. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മോനെ തട്ടിയെടുക്കാമെന്ന് വല്ല മോഹമുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ നിന്ന് മാറ്റി വെച്ചേക്കേ എന്നൊക്കെ പറഞ്ഞ് സുജാത അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ശാരദ വീണ്ടും കെഞ്ചി ചോദിക്കുന്ന സമയത്ത് തന്നെ നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇനിയിപ്പോൾ ആരും അതിനും മെനക്കെട്ടിട്ട് ആരും ഇറങ്ങണ്ട എന്നൊക്കെ പറയും. എൻ്റെ മോനെ ഒരു കാരണവശാലും ഇവളുടെ കഴുത്തിൽ താലി ചാർത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അവൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. നിനക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക, നീയൊക്കെ ചെയ്യുന്നൊക്കെ വെല്ലുവിളിക്കാണ് സുജാത. അന്നേരം കാവേരി വന്ന് പറയുന്നത്, അമ്മായി കൃത്യസമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് കാവേരി പറയുന്ന സമയത്തിന് നീ മിണ്ടാതെ ഇവിടെ നിന്ന് പോയേക്കണം. എൻ്റെ മോനാണ് വിനീത്, അവനെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുജാത പോയി. അന്നേരം കാവേരി ശാരദയോട് ചോദിച്ചു, അമ്മേ, ഈ വിവാഹം ഇനി മുടങ്ങുമോ? അവരെനിക്ക് ആകെപ്പാടെ പേടി തോന്നുകയാണെന്നൊക്കെ പറയും. ഈ സമയത്ത് തന്നെ ഇതും കേട്ടുകൊണ്ടാണ് ഗംഗ വരുന്നത്. ഗംഗ വന്ന് പറഞ്ഞു, ഇത്തവണ എൻ്റെ വിവാഹം മുടങ്ങുമോ അമ്മയെന്ന് ചോദിക്കും. 2 തവണ ഗംഗയുടെ കല്യാണം മുടങ്ങിയതാണല്ലോ, ഇനിയും കൂടെ ഈ ഒരു കല്യാണം, ഗംഗ പോലും ആഗ്രഹിച്ച ഈ ഒരു കല്യാണം കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ ഗംഗക്ക് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ഗംഗയ്ക്കെന്നല്ല ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. ഈ വിവാഹം കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജന്മത്തിൽ തനിക്കൊരു വിവാഹം ഉണ്ടാവില്ല എന്ന് ഗംഗ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു. ഈ സമയത്തിന് വിനീത് കല്യാണത്തിനെല്ലാം തന്നെ റെഡിയാവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സുജാത അങ്ങോട്ടേക്ക് വന്നു. സുജാതയെ കണ്ടപ്പോൾ വിനീത് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയൊന്നും വരുന്നില്ലേ എന്ന് ചോദിക്കും. എങ്ങോട്ടേക്ക് വരുന്ന കാര്യമാണ് നീ പറയുന്നത്? ഒരിടത്തേക്കുമല്ല. അത് കേട്ടപ്പോൾ വിനീത് പറഞ്ഞു, ഇനിയിപ്പോൾ അമ്മയും ചേച്ചിയും ഒന്നും വന്നില്ലെങ്കിലും ശരി, ഞാൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തുക തന്നെ ചെയ്യും പറയും.
അന്നേരം ഓഹോ അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്നൊക്കെ പറയും. വിനീത് അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല. വിനീത് നേരെ പോയിട്ട് റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി നേരെ സുജാത മുറിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അന്നേരം വിനീതിൻ്റെ കോളറിനങ്ങ് കയറി പിടിച്ച് സുജാത പറയുന്നുണ്ട്, നിന്നെ അനുഗ്രഹിക്കാനോടാ, നാണമുണ്ടോടാ ഒരുമ്പെട്ടവനെ, അവൻ മനുഷ്യൻ്റെ വില കളയാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. അന്നേരം ഗീത പറയുന്നുണ്ട്, അമ്മേ ഒരു കാരണവശാലും എന്നെ ഇവിടെ നിന്നും വിടാൻ പാടില്ല, ഇവൻ പോകുന്നത് നമുക്കൊന്ന് കാണണം. എടാ മുഹൂർത്തത്തിന് മുൻപ് നീ അവിടെ ഒരിക്കലും എത്തിയെങ്കിലല്ലേ അവളുടെ കഴുത്തിൽ നീ താലി ചാർത്തത്തുള്ളൂ, നീ ഒരിടത്തേക്കും പോകുന്നില്ല എന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ വിനീത് പറയുന്നുണ്ട്, ചേച്ചി വെറുതെ ഇവിടെ പ്രശ്നമുണ്ടാക്കരുത്, അല്ലെങ്കിൽ ചേച്ചി എന്തിനായി പ്രശ്നമുണ്ടാക്കാനൊക്കെ, ചേച്ചിക്ക് ഇത് എന്തിൻ്റെ കേടാ, അവൾക്ക് എന്താ ഒരു കുഴപ്പം, ഗംഗ അവൾ നല്ല പെൺകുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കും. ഓ നല്ലതും ചെയ്തതും നീ എന്നെ കൂടുതൽ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കുറേ അധികം ദേഷ്യപ്പെടും. ഒടുവിൽ അവനെ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് സുജാത തന്നെ അവനെ പിടിച്ചു വലിച്ചങ്ങ് വെക്കുകയാണ്. അന്നേരം വിനീത് പറയുന്നത്, വിടമ്മേ, എടാ നിന്നെ ഞാൻ വിടണമല്ലേടാ, എന്നെ കൊന്നിട്ട് നീ പോയിക്കോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ കോളറിലങ്ങ് കയറി പിടിക്കും. ഒടുവിൽ വിനീത് അത് വിടുവിപ്പിച്ചുകൊണ്ട് തന്നെ പോകാൻ തുടങ്ങുമ്പോഴേക്കും സുജാത പിടിച്ച് അവനെ വിട്ടിച്ച് ഒരൊറ്റ തള്ളങ്ങ് തള്ളു വെച്ച് കൊടുക്കുകയാണ്. തള്ളുന്ന സമയത്ത് തന്നെ അവൻ ആ സൈഡിലുണ്ടായിരുന്ന ഭിത്തിയിലങ്ങ് പോയി തലയടിച്ചു. പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വിനീത് അങ്ങ് വീണ്ടും പോവുകയാണ്. എന്നാൽ സുജാത അതൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഭിത്തിയിൽ തലയിടിച്ച് ബോധം വീണ് കിടക്കുന്ന വിനീതിനെ കണ്ടതോടുകൂടി തന്നെ ആകെ വല്ലാതാവാണ് സുജാതക്കും ഗീതക്കും. അങ്ങനെ മുഹൂർത്തത്തിനോട് അടുക്കുന്ന സമയത്തിന് വിനീതാണെങ്കിൽ സ്വന്തം വീട്ടിൽ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുമായിരിക്കും. ഈ സമയത്തിന് ഇതൊന്നും തന്നെ ഗംഗയോ ഗംഗയുടെ വീട്ടുകാരോ ആരും തന്നെ ഇതൊന്നും തന്നെ അറിയുന്നില്ല. ഗംഗയാണെങ്കിൽ ഒത്തിരി അധികം പ്രതീക്ഷകളോട് തന്നെ മണവാട്ടിയായി റെഡിയായിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കല്യാണം നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. കാരണം കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണല്ലോ അവരുടെ കല്യാണം നടക്കാൻ പോകുന്നത്. അങ്ങനെ ഗംഗ ഒത്തിരി അധികം പ്രതീക്ഷകളോട് തന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് ഇങ്ങനെ പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.